നാം ഒരു മരുന്ന് കടയുടെ മുന്നിൽ പോയി നിന്നാൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാട് പേർ രോഗവിവരം പറഞ്ഞ് മരുന്ന് വാങ്ങാവുന്നവരാണ് ഡോക്ടറെ കാണാതെ. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പേർ കാണാൻ സാധ്യതയുള്ളത് ഗ്യാസിന് മരുന്ന് മേടിക്കാനായിരിക്കും. ഗ്യാസ് എന്നൊരു രോഗത്തെക്കുറിച്ച് ഒരു വൈദ്യശാസ്ത്രത്തിലും ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം. ഈ ദഹനേന്ദ്രിയ സംവിധാനത്തിലുണ്ടാകുന്ന അല്ലറ ചില്ലറ പ്രശ്നങ്ങളുടെ ഫലമാണ് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. ഇതിന് ഇത്തരം പ്രശ്നങ്ങൾ പ്രതിരോധിക്കാൻ, അതുണ്ടാകാതിരിക്കാൻ ഒരു എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ ഈ ആഹാരത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. സാധാരണ നമ്മളൊക്കെ ഈ ആഹാരം കഴിക്കാനൊന്ന് ആദ്യം കുറച്ച് വെള്ളം എടുത്ത് കുടിക്കും, പിന്നെ ആഹാരത്തിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ദഹനരസങ്ങൾ ഡയലൂട്ട് ചെയ്ത് പോകും. അതുകൊണ്ട് വീണ്ടും ദഹനരസങ്ങൾ ഉണ്ടായിട്ട് വേണ്ടി വരും ദഹനം നടക്കാൻ. ഇത് പ്രതിരോധിക്കാൻ ഈ ആഹാരത്തിന് 1 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ആഹാരം കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം വെള്ളം കുടിച്ചാൽ മതി. വെള്ളമോ കാപ്പിയോ ചായയോ എന്തായാലും അത് ഈ ഒന്നുകിൽ ആഹാരത്തിന് 1 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷം കുടിച്ചാൽ ഈ ഗ്യാസ് എന്ന് പറഞ്ഞ് നമ്മുടെ ഒരുപാട് പേർ കാണിക്കുന്ന പ്രശ്നത്തിന് ഒരു പരിധി വരെ പരിഹാരമാവും, പ്രതിരോധമാവും.